വിശദമായ വാർത്തകൾ നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇന്നത്തെ ദിവസത്തിൽ ആദ്യം നോക്കാം. CPM ജനകീയ പ്രതിരോധ ജാഥയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ നിർബന്ധമായും പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം. പങ്കെടുക്കാത്തവർക്ക് അടുത്ത മാസം മുതൽ തൊഴിലുണ്ടാകില്ലെന്ന ഭീഷണിയുമുണ്ട്. മയ്യിൽ പഞ്ചായത്ത് അംഗത്തിന്റെ വാട്സാപ്പ് സന്ദേശമാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാളെ നമ്മളെ ഗോവിന്ദമാഷ ജാഥേൻ്റെ പരിപാടി തളിപ്പറമ്പിലാണ് രാവിലെ. അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ മുഴുവനും അതിൽ പങ്കെടുക്കണം. നമ്മളെ വാർഡിൽ മസ്റ്റോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രത്യേകം പറയേണ്ടി വരുന്നത്. അല്ലാതെ പണിയില്ല വാർഡിലെല്ലാം കൃത്യമായിട്ട് നാളെ പണി ലീവാക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ആരും ഒഴിഞ്ഞു പോകാണ്ട് മുഴുവൻ ആളും ആ ജാഥയിൽ പങ്കെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുമോ, ഞാൻ അവരോട് അതിൻ്റെ ഉത്തരം ഞാൻ തന്നേക്കാം. അല്ല പരിപാടിക്കൊന്നും പോകാതെ ആൾക്കാരാണെങ്കിൽ അടുത്ത പണീൻ്റെ കാര്യം അന്നേരം നമ്മൾ ചിന്തിക്കാം കേട്ടോ. മയ്യിൽ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡംഗം സുചിത്രയുടെ വാട്സാപ്പ് സന്ദേശത്തിലാണ് ഇത്തരമൊരു ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി അഭിനയുണ്ട്. അഭിന, വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? തുളസി, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂർ തളിപ്പറമ്പിൽ എത്തുന്നത്. എന്നാൽ ഈ ഒരു പരിപാടിക്ക് ഒരു ക്ഷണം എന്ന പോലെയാണ് സുചിത്ര വാട്സപ്പിൽ സന്ദേശം അയക്കുന്നത്. എന്നാൽ ഈ ഒരു സന്ദേശം ഭീഷണിയുടെ സ്വരത്തിലാണ് ഇത്തരത്തിലൊരു സന്ദേശം നിലവിൽ ഇപ്പോൾ വിവാദമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് സന്ദേശത്തിൽ ഇങ്ങനെയായിരുന്നു. അതായത് നിലവിൽ ഇപ്പോൾ നമ്മുടെ ഒന്നാം വാർഡ് മെമ്പറായ സുചിത്രയാണ് ഇങ്ങനൊരു സന്ദേശം തൊഴിലുറപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു ഓഡിയോ സന്ദേശം അയക്കുന്നത്. സന്ദേശം ഇപ്രകാരമാണ്. അതായത് നമ്മുടെ വാർഡിൽ നിലവിൽ ഇപ്പോൾ ജോലികളൊന്നും തന്നെയില്ല. എന്നാൽ മറ്റു വാർഡുകളിലുള്ളവർക്ക് ജോലി ഉണ്ടായിട്ട് പോലും അവർ ലീവാക്കിയിട്ടാണ് ഈ ഒരു ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് വേണ്ടിയിട്ട് അവരെത്തുന്നത് എന്നുള്ള രീതിയിലാണ് സുചിത്ര ഗ്രൂപ്പിൽ അയച്ചിട്ടുള്ളത്. എന്നാൽ അതിനുശേഷം സുചിത്ര പറയുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജോലിയിലേക്ക്, അതായത് നിങ്ങൾ പ്രതിരോധ ജാഥയ്ക്ക് എത്തിയിട്ടില്ലെങ്കിൽ അടുത്ത മാസം മുതൽ തൊഴിലുറപ്പ് ജോലിയിൽ നിങ്ങൾ തുടരണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമെന്നാണ് സുചിത്ര വാട്സപ്പിൽ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച് സുചിത്രയുടെ വിശദീകരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്രകാരമാണ്. അതായത് ഞാൻ പറഞ്ഞത്, താൻ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിർബന്ധമായും പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ള രീതിയിലാണ് താൻ പറഞ്ഞത് എന്നാണ് സുചിത്ര ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു കാര്യം വലിയൊരു വിവാദമായിരിക്കുകയാണ് നിലവിൽ. തുളസി, അഭിന, അതുപോലെ തന്നെ നിലവിൽ അധികൃതർ ഈ അംഗത്തിനെതിരെ എന്തെങ്കിലും നടപടികളോ മറ്റോ സ്വീകരിച്ചതായി അറിയുന്നുണ്ടോ? തുളസി, നിലവിൽ ഇപ്പോൾ ഈ ഒരു വാട്സപ്പ് സന്ദേശം പ്രചരിച്ചതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. അതായത് വാർഡ് മെമ്പറും കൂടെയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കൂട്ടുന്ന ജോലിയല്ല എന്നുള്ള രീതിയിൽ കൊണ്ടുവരണം. അതായത് ഇപ്പോൾ എല്ലാവരും, അതായത് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമ്പോൾ തൊഴിലുറപ്പ് ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളെ കൂട്ടുന്ന ജോലിയാണ് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വാട്സപ്പ് സന്ദേശം എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും പഞ്ചായത്ത് മെമ്പറും കൂടെ ആകുമ്പോൾ എത്രയും പെട്ടെന്ന് അധികൃതർ ഈ ഒരു കാര്യത്തിൽ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത്. തുളസി, ശരി അഭിന. CPMന്റെ ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് തന്നെ സർക്കാരിന് തന്നെ മങ്ങലേൽക്കുന്ന തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മയ്യിൽ പഞ്ചായത്ത് അംഗം 1-ാം വാർഡ് അംഗം സുചിത്രയുടെ വാട്സാപ്പ് സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്.